RSS സർവ്വസംഘചാലക് മോഹൻ ഭഗവതിന്റെ വാക്കുകൾ ഇന്നലെ നമ്മൾ കേട്ടതാണ്. BJPക്കും നരേന്ദ്രമോദിക്കുമുള്ള ചില മുന്നറിയിപ്പുകൾ ആ വാക്കുകളിലുണ്ടായിരുന്നു. ഇന്ന് BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി RSSന്റെ മുഖപത്രത്തിൽ ലേഖനം പുറത്തുവരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട നീക്കം. തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം ഏറ്റില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി RSSനെ സമീപിച്ചിട്ടില്ല. അമിത ആത്മവിശ്വാസം വിനയായെന്നും പുതിയ പതിപ്പിൽ രത്തൻ ശാരദ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വലിയ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് RSSന്റെ ഭാഗത്തു നിന്നുമുണ്ടാവുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഇന്നലെ തന്നെ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ RSS എന്തുകൊണ്ട് ഇത്തരമൊരു രാഷ്ട്രീയ നിലപാടെടുത്തു, മോഹൻ ഭഗവത് എന്തുകൊണ്ട് വിമർശനം ഉന്നയിച്ചു, അതിൻ്റെ രാഷ്ട്രീയം പങ്കുവച്ചു. ഇന്ന് RSSന്റെ മുഖപത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ലേഖനം വരുമ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയല്ലേ? ഇതെന്തുകൊണ്ടാണ് ഈ അകൽച്ച ഇത്ര കണ്ട് രൂക്ഷമാവുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും നമ്മൾ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കണ്ടതാണ് സജിത്ത്. കാരണം മോഹൻ ഭാഗവത് RSSന്റെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നേരിട്ട് ഉന്നയിച്ച് നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓർഗനൈസറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം വന്നിരിക്കുന്നത്. UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPക്കുണ്ടായ വലിയ തിരിച്ചടിക്ക് കാരണം RSSന്റെ പിന്നോട്ട് പോക്കാണ്, അല്ലെങ്കിൽ RSSന്റെ സഹായമില്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന BJPയുടെ ആത്മവിശ്വാസമാണ് എന്നുള്ള കാര്യമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ചില വിമർശനങ്ങളാണ് ഇപ്പോൾ ഓർഗനൈസർ ലേഖനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനം, ഇത്തവണ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ മൂന്നാം തവണയും മോദി തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ RSSനെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. പ്രധാനമന്ത്രിയുടെ പ്രഭാവത്തെ നരേന്ദ്രമോദി മാജിക് കൊണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാം എന്ന അമിത ആത്മവിശ്വാസം ഇത്തവണ BJP പുലർത്തി എന്നുള്ളത് വലിയ തിരിച്ചടിയായി എന്ന് ലേഖനത്തിൽ പറയുന്നു. നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലമായിരുന്നു. കാരണം സ്വന്തം സ്ഥലങ്ങളിൽ ഇരുന്ന് അവർ തന്നെ സൃഷ്ടിച്ചെടുക്കപ്പെട്ട ചില കമ്പാർട്ട്മെന്റുകളിൽ ഇരുന്ന് അവർ തന്നെ ചില നീക്കങ്ങൾ നടത്തുകയല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ നേതാക്കൾ തയ്യാറാകാത്തത് വലിയ തിരിച്ചടിയായി എന്നാണ് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ്. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഈ നേതാക്കളൊന്നും തയ്യാറായില്ല എന്നും പ്രധാനമായും പറയുന്നു. അതിനു പകരം ഈ പുതിയ തലമുറയിലെ സെൽഫി കേന്ദ്രീകൃത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതികൂല സ്വാധീനമുണ്ടാക്കി. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് നേതാക്കൾ വിരാജിച്ചത്, അല്ല ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ്. മുതിർന്ന RSS നേതാവ് കൂടിയാണ് രത്തൻ ശാരദ എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തോടൊപ്പം ഹേമാംഗി സിൻഹയും സന്തോഷ് കുമാറും ചേർന്ന് എഴുതിയ ലേഖനത്തിലാണ് അതിനിശിതമായ വിമർശനം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ 400 സീറ്റ് ലക്ഷ്യം BJPയുടെ ലക്ഷ്യമാണോ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനാണോ എന്നുള്ളത് പ്രവർത്തകർ തിരിച്ചറിഞ്ഞില്ല. കാരണം 400 എന്ന ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ തന്നെ മോദി മുന്നോട്ട് വെച്ചപ്പോൾ അങ്ങനെ ലഭിക്കും എന്ന് പ്രവർത്തകർ ആ തരത്തിൽ അങ്ങനെ വിചാരിച്ചു, അവർ പ്രതീക്ഷിച്ചു. തുടർന്ന് പ്രവർത്തനം പല തട്ടുകളിലും മന്ദീഭവിച്ചു. കാരണം BJP എന്തായാലും അധികാരത്തിൽ വരുമല്ലോ, മോദി പ്രധാനമന്ത്രിയാകുമല്ലോ, സ്വാഭാവികമായും അതുകൊണ്ട് പ്രവർത്തനത്തിൽ അല്പം പുറകോട്ട് പോയാലും പ്രശ്നമില്ല എന്ന് താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് മനസ്സിലാക്കേണ്ടി വന്നു. അത് ഈ 400+ എന്ന അമിത വിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന് ഈ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതിനിശിതമായ വിമർശനമാണ്. നേരത്തെ പറഞ്ഞ മോഹൻ ഭാഗവത് പറഞ്ഞ പലതരത്തിലുള്ള കാര്യങ്ങളോടുകൂടി ചേർത്ത് വെക്കണം. അതായത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങളാണ് ഏറെ ശ്രദ്ധേയം. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ വലിയ തരംഗമുണ്ടാകുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യയിലെ മണ്ഡലത്തിൽ പോലും BJP തോൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായത് ഈ കടുത്ത ത്യാഗം സഹിച്ച സാധാരണക്കാരെ ക്ഷണിക്കാതെ സെലിബ്രിറ്റികളെയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട വിമർശനമാണ്. കാരണം BJPയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിമർശനങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. നേരത്തെ ഒരു കാരണവുമില്ലാതെ RSSനെ അടക്കം ഈ വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ചതിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനെ അത് നിശ്ചിതമായി മോഹൻ ഭാഗവത് വിമർശിച്ചത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് BJP രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, എപ്പോഴും RSSനോട് ചേർന്നുള്ള ഒരു അസ്തിത്വം മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അതേസമയം RSSനോടുള്ള ബന്ധം അത് കുറച്ചുകൂടി ഊഷ്മളമാക്കാനുള്ള ശ്രമങ്ങൾ BJP നേതൃത്വം ആരംഭിച്ചിട്ടുമുണ്ട്. അതിന് ചില പ്രധാനപ്പെട്ട നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് നിയോഗിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സൈത്ത്, അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും RSSും BJPയും തമ്മിലുണ്ടായ അകൽച്ച, ആ അകൽച്ചയ്ക്ക് പരിഹാരം തേടുകയാണ്
BJP നേതൃത്വം. കാരണം ഈ ഒരു അകൽച്ച BJPക്ക് രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. RSS നിന്ന് സംഘടനയുടെ സഹായമില്ലാതെ BJPക്ക് രാഷ്ട്രീയപരമായി എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യമാണ്. ഒപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പോലും RSS ചോദ്യം ചെയ്യുന്നു എന്ന സന്നിഗ്ധ ഘട്ടത്തിലേക്കാണ് ഈ പ്രതിസന്ധി പോകുന്നത് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതാണ് അതിൻ്റെ തുടർ രാഷ്ട്രീയവും അതിൻ്റെ സാഹചര്യങ്ങളും വ്യക്തമാക്കിയത്. ഇടവേളയാണ് വേഗത്തിൽ.